ഹലോ മുരുകൻ സ്റ്റോർ. RL511/2 നിന്ന് ശക്തിയെ ഒന്ന് വിളിക്കാൻ പറ. RL511/2 നിന്ന് ശക്തിയെ ഒന്ന് വിളിക്കോ. ശക്തിയോ? ആരാ സംസാരിക്കുന്നേ? ക്ലാസ്മേറ്റിന്റെ അനിയത്തി എന്ന് പറ. അവന്റെ ക്ലാസ്മേറ്റിന്റെ അനിയത്തിയാ സംസാരിക്കുന്നേ. അവന്റെ അല്ല അവളുടെ. അവന്റെ അല്ല അവളുടെ. അത് പിന്നെ എനിക്ക് അറിയില്ലേ. മോക്ക് എന്താ വേണ്ടേ? ശക്തി എന്ന് പറഞ്ഞ ആൺകുട്ടിയല്ല പെൺകുട്ടിയാ. ശക്തി എന്ന് പറഞ്ഞ ആൺകുട്ടിയല്ല പെൺകുട്ടിയാ. ചിയോ നീ പോയി ആ ശക്തിയെ വിളിച്ചോണ്ട് ഫോൺ ഉണ്ടെന്ന് പറ. കാലത്തെ ഒരു കോള്. ഇവരെന്താ ചോദിച്ചേ? പിടിച്ചോ വേഗം സ്ഥലം വിട്. മുത്തശ്ശ എനിക്ക് 2 രൂപ കിട്ടി. എങ്ങനെ മോളെ? ഞാൻ ചിറ്റപ്പനെ ഫോൺ ചെയ്ത് കൊടുത്തു. 23703736. ആരുടെ ഫോണാ? ആരോ നിന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാ. ഹലോ ആരാ? ഹലോ ഇതൊന്ന് കൂട്ടി നോക്ക്. ഹായ്. അത് ഇവിടെ കിട്ടില്ല. ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതാ വിളിച്ചേ. നാളെ പ്രാക്ടിക്കൽസ്. അമ്മ എപ്പോഴും വീട്ടിൽ വന്നത് പ്രശ്നമല്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. നാളെ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ. അതിന് നീ വരണം. ഞാനോ? എന്തിനാ? ദേ നോക്ക്, ഞാൻ നിന്നെ ബീച്ചിലേക്കോ പാർക്കിലേക്കോ സിനിമയ്ക്കോ മഹാബലിപുരത്തേക്കോ അല്ല വിളിച്ചത്, എന്റെ വീട്ടിലേക്കല്ല വിളിച്ചത്. ഞാൻ എന്തിനു വരണം? നാളെ നീ ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അവിടേക്ക് വരും. ഞാൻ പറയുന്ന പിന്നെ സർക്കസ് പെണ്ണുങ്ങളെ പോലെ സൽവാറൊന്നിട്ട് വരണ്ട. നല്ല പെണ്ണായിട്ട് പട്ടുസാരി എടുത്തു വാ. ഞാൻ പറയുന്നത് രാമചന്ദ്ര അവന്യൂ ടി നഗർ. ഓക്കേ ബൈ. அலைப்பாயுதே கண்ணா என் மனம் அலைப்பாயுதே ஆனந்த மோகன வேணுகானமதில் அலைப்பாயுதே கண்ணா என் மனம் அலைப்பாயுதே உன்னானந்த மோகன வேணுகானமதில் அலைப்பாயுதே கண்ணா நிலை பெயராக சிலை போலவே நின்று நிலை பெயராக சிலை போலவே நின்று ഏതാടാ ഈ പെമ്പിള്ളാര്? ഇതിലൊന്നാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ആര്? അപ്പുറത്തിരിക്കുന്നത് വയലറ്റ് സാരി. എടാ സത്യമായിട്ട് കല്യാണം കഴിക്കാൻ പോണോ? സത്യം. ഈ പെണ്ണിനെ കാർത്തിക് കല്യാണം കഴിക്കാൻ പോണേ. ഈ പെണ്ണിനെ കാർത്തിക് കല്യാണം കഴിക്കാൻ പോകുന്നത് കാർത്തികിന്റെ പെണ്ണിതാണത്രേ. ചേച്ചി, ഈ പെണ്ണിനെ കാർത്തിക് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഏയ് വിശാലോ, ഇതത്രേ കാർത്തികിന്റെ പെണ്ണേ. ആണോ? കാർത്തികിന്റെ പെണ്ണ്. ഗണേഷ്, ആ പെണ്ണിനെയാണ് കാർത്തിക് കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പെണ്ണ്. കൈ കൊടുക്കണം സാർ. നിങ്ങളുടെ മോനെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോവാണോ? എന്നിട്ടെന്താ പറഞ്ഞില്ല? എന്താ സാർ? എന്താ ആ പെണ്ണിനെ കാർത്തിക് കല്യാണം കഴിക്കാൻ പോകുന്നത്? ആ പെണ്ണിനെ? അതെ. അതങ്ങനെ നിങ്ങൾ തന്നെ പറയുന്നത്? നിനക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ. അതിനിപ്പം നിനക്കെന്താ? എന്താ ഞാൻ പറഞ്ഞ തെറ്റാണോ? അല്ലല്ലോ, ചുമ്മാ ചേച്ചി എന്നോട് ചോദിക്കായിരുന്നില്ലേ? ശരി, ഇപ്പൊ ചോദിക്കട്ടെ? വേണ്ട. നേരത്തെ ചോദിക്കാഞ്ഞായിരുന്നു തെറ്റ്, ചോദിച്ചപ്പോ വേണ്ട. എന്താ പെട്ടെന്നൊരു കല്യാണാലോചന? ജസ്റ്റ് മിനിറ്റ്. വാ. ഞാൻ പറയട്ടെ? എന്ത്? ഐ ലവ് യു. അങ്ങനെ പറഞ്ഞ മനസ്സിലായില്ല. ഐ ലവ് യു എന്ന് പറഞ്ഞാ ഐ ലവ് യു. അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെ എങ്ങനെ? നിനക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യുമെന്ന് അർത്ഥം. ട്രെയിനിൽ നിന്ന് ചാടാൻ പറഞ്ഞ പറ്റില്ല. പിന്നെ ഇപ്പൊ നീ എന്താ പറയണേ? ഇപ്പൊ ലവ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അറിയില്ല,
എന്നാലും ഐ ലവ് യു. കളിക്ക്. അച്ഛ, എന്നെ ഒരു വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വരുന്നു എന്ന് അറിയിച്ച അച്ഛൻ എന്ത് പറയും? എന്താ പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? അല്ലമ്മേ, ഇവിടേക്ക് ഒരു കല്യാണാലോചന വന്ന വേണ്ട. എന്താ രണ്ടുപേരും കൂടി ഒരു കളി? സരോജ, പൂർണ്ണി നീ കാര്യം ഒന്ന് പറ. ശക്തി വാ. എനിക്ക് പഠിക്കാനുണ്ട്. അതെ അച്ഛ, ഇതൊരു കല്യാണാലോചനയാ. കല്യാണോ? എവിടുന്ന്? നമ്മുടെ വീട്ടിലേക്ക് നാളെ വരും. പക്ഷെ എനിക്കല്ല, ശക്തിക്കാ. വരദരാജൻ എന്നൊരു വലിയ വക്കീൽ, ക്രിമിനൽ ലോയർ. അയാളുടെ മകൻ കാർത്തികനാ. ശക്തി, പൂർണ്ണ പറഞ്ഞത് സത്യമാണോ? മറുപടി പറ. ഇതിനാണോ നിന്നെ പഠിക്കാൻ അയച്ചത്? ഇതിനാണോ കടം വാങ്ങി പണയം വെച്ച് നിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചേർത്തത്? അമ്മ, ഞാൻ ആരോട് വരാൻ പറഞ്ഞില്ല. അവരായിട്ട് വരാൻ ഒരുങ്ങി ഞാൻ എന്താ ചെയ്യാ? നീ പോയി ഇളിച്ച് കാണിച്ചിട്ടല്ലേടി ഇപ്പൊ ഒരുത്തൻ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ആരെയും നോക്കി ഇളിച്ചില്ല. എപ്പോ നോക്കിയാലും അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കോ. അമ്മ, കാർത്തിക് നല്ല നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി കല്യാണം പോലും കഴിക്കാതെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക ഇവള്. അറിയാൻ കൂടി മഹാപാപി നിനക്ക്. അമ്മ ശപിക്കില്ല ഇങ്ങനെ. നിന്റെ ഈ വർഷത്തെ ഫീസ് അടച്ചത് ഇവളുടെ ഓഫീസിൽ നിന്ന് ലോൺ വാങ്ങിയിട്ടാ. ഇവളെ കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോ നിനക്ക് ഒരു പയ്യനെയും കൊണ്ട് വന്നിരിക്കുന്നു. സരോജ, സ്ഥലം ഇത് തന്നെയല്ലേ? അതെ സാർ. 511 പറഞ്ഞേ? ആണ് സാർ. ആ, വണ്ടി ഒതുക്കിയിട്ട്. ശരി. ഞാൻ വരദരാജൻ. വാ. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ, ഇരിക്കൂ. ആ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ, ഇരിക്കും. ആ, ഇരിക്കും. സരോജ, വീട് മാറിപ്പോയോ എന്നൊരു ചെറിയ സംശയം തോന്നി. എല്ലാം ക്വാർട്ടേഴ്സ് അല്ലേ, കണ്ടിട്ടല്ല ഒരുപോലെ. ഒരു ചെറിയ കൺഫ്യൂഷൻ. മിഡിൽ ക്ലാസ് ആവുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. അത് ശരി. ഇത് സരോജ. ആ, നമസ്കാരം. ഇവര് രണ്ടുപേരും എന്റെ മക്കളാ. ആ, അറിയും. വീട്ടിൽ വന്നിട്ടുണ്ട്, പാട്ടും കൂടെ പാടിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? ആ, ആ, വാ വാ, ഇരിക്കും. ഇതൊന്നും എനിക്കറിയില്ല. ഞാനിതൊന്നും ശ്രദ്ധിക്കാറുമില്ല. ഇതൊക്കെ എവരുടെ ചില രഹസ്യ ഇടപാടുകളാ. പോയി കാണണമെന്ന് ഒരേ നിർബന്ധം. അതുകൊണ്ടാ വന്നേ. അല്ല, ഇത്തിരി കാപ്പി കിട്ടുമോ? നീ എവിടെ ഇരിക്കുക? നീ ഇരുന്നോ. അതെ, ഒട്ടും മധുരമില്ലാതെ. എനിക്ക് മാത്രം. ഇവള് കഴിക്കല. അതെ, ഇവർ രണ്ടുപേരില് നമ്മുടെ മോന്. മൂപ്പർക്ക് മുഖചായ ഓർമ്മ കാണത്തില്ല. ഞാൻ കൂടെ 2 ദിവസം വീട്ടിൽ പോയിട്ട് വന്നോ നീ ആരാന്ന് ചോദിക്കും. ഇളയവള് ശക്തി. ആ, ശരി ശരി. അല്ല, മൂത്തവൾക്ക് ഇതുവരെ കല്യാണമൊന്നും ആയില്ലേ? ഇല്ല. ഓ, എന്താ മോളെ, അറേഞ്ച്ഡ് മാരേജാ അതോ സിസ്റ്ററിനെ പോലെ ലവ് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ പൈസ ലാഭിക്കാവുന്നതാണോ? എന്താ ഈ പറയുന്നേ? ഏതും ചോദിച്ചറിയുന്നത് നല്ലതല്ലേ? ചോദ്യം ചോദിക്കലല്ലേ എന്റെ പ്രൊഫഷൻ തന്നെ. അഡ്വക്കേറ്റിന്റെ ബുദ്ധി. അപ്പൊ ഒരുപാട് കള്ളം പറഞ്ഞിട്ടായിരിക്കുമല്ലോ സമ്പാദിച്ചത് മുഴുവൻ. നല്ല ജോക്ക്. ഇത് താങ്ക് യു, താങ്ക് യു. ഞാൻ എൻ്റെ പയ്യനെ സാധാരണ മിഡിൽ ക്ലാസ് പയ്യനായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. ഒരു സക്സസ്ഫുൾ അഡ്വക്കേറ്റ് പയ്യനായിട്ടല്ല. ഞാൻ എൻ്റെ മക്കളെ മഹാറാണിമാരെ പോലെയാ വളർത്തിയത്. വലിയ സമ്പാദ്യമൊന്നുമില്ല. എന്നാൽ മഹാറാണിമാരുടെ അച്ഛൻ വർത്തമാനം ആരംഭിച്ച പിന്നെ നിർത്താനാ പാട്. പറയട്ടെ. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, പിള്ളേർക്ക് 20 വയസ്സായ പിന്നെ നിങ്ങളോടോ എന്നോടോ ചോദിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. ചട്ടം അതാണ്. ആ ചട്ടം അനുസരിച്ചാണ് എൻ്റെ പയ്യനെ ഞാൻ വളർത്തിയിരിക്കുന്നത്. സാർ, ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനെയല്ല. നിങ്ങൾ തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഞാൻ നിയമത്തിൽ എന്താ ഉള്ളതെന്നാണ് പറഞ്ഞത്. കാർത്തിക് നിങ്ങളുടെ മോളെന്നല്ല, റോഡേ പോകുന്ന ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് അവളെ കെട്ടാൻ പോവാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കഴുതയെ അംഗീകരിച്ചേ പറ്റൂ. വക്കീൽ സാർ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളൊക്കെ പണക്കാര്, ഞങ്ങളൊക്കെ പിച്ചക്കാര് എന്നാണോ? സാർ, സാറിന് എപ്പോഴാണ് ഈ അഹങ്കാരം തുടങ്ങിയത്? കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായപ്പോഴോ അതോ കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോഴോ? പിന്നല്ലാതെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നുകൊണ്ട് നമ്മുടെ മോളും തെരുവിലെ പെണ്ണ് ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മിസ്റ്റർ സെൽവരാജ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ തെറ്റിദ്ധരിച്ചതല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞതിലാണ് സാർ തെറ്റ്. ഞാൻ വന്നത് നിങ്ങളുടെ മോളെ പറ്റിയും എൻ്റെ മോനെ കുറിച്ച് സംസാരിക്കാനാണ്. അതല്ല നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചോ ചർച്ച ചെയ്യാനല്ല. എൻ്റെ മകൻ വലിയൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. നല്ല നിലയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. അവനിങ്ങനെ ഒരു പ്രേമത്തിൽ ചെന്ന് കുടുങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. സർ,
നിങ്ങളുടെ മകനെ ആരും വലവീശി പിടിച്ചിട്ടില്ല. ശക്തി, സാർ, ലെറ്റ് us forget this. കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം എൻ്റെ മകൻ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം? അത് പറ. ഞങ്ങൾക്കും അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി.